നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഞാൻ കവിത കണ്ണൻ. വ്യാഖ്യാനങ്ങളും നിരൂപണങ്ങളും നടത്തുമ്പോൾ പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ശുഭദിന ചിന്ത. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ബീർബൽ അന്ന് രാജ്യസഭയിലെത്തിയപ്പോൾ ദേഷ്യത്തോടെ ഇരിക്കുന്ന അക്ബറിനെയാണ് കണ്ടത്. കാര്യമന്വേഷിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, ഉറക്കത്തിൽ എൻ്റെ താടിയിൽ പിടിച്ച് ആരോ വലിച്ചു. അയാൾക്ക് എന്താണ് ശിക്ഷ കൊടുക്കേണ്ടത്? പലരും പല ശിക്ഷകളും പറഞ്ഞു. തല വെട്ടണം, തൂക്കിലേറ്റണം, ജീവപര്യന്തം നൽകണം. അങ്ങനെ ശിക്ഷാവിധികൾ നിരനിരയായി വന്നു. ഇതെല്ലാം കേട്ടപ്പോൾ ബീർബൽ പറഞ്ഞു, അയാൾക്ക് ഒരു തട്ടം നിറയെ മധുരം നൽകിയാൽ മതി. ഇത് കേട്ട എല്ലാവരും അത്ഭുതത്തോടെ ബീർബലിനെ നോക്കി. ബീർബൽ രാജാവിനോടും മറ്റ് സദസ്യരോടുമായി പറഞ്ഞു, രാജാവിൻ്റെ താടിയിൽ പിടിച്ചു വലിക്കാൻ ധൈര്യമുള്ള ഏകയാൾ അദ്ദേഹത്തിൻ്റെ മകനാണ്. രാജാവ് ഉറങ്ങുമ്പോൾ അവൻ തമാശയ്ക്ക് താടി പിടിച്ചു വലിച്ചതായിരിക്കും. ഇത് കേട്ട് അക്ബറിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. കാര്യം എന്തെന്നറിയാതെ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളിൽ തട്ടിത്തടഞ്ഞു വീഴുന്ന നിരവധി ജീവിതങ്ങളുണ്ട്. തനിക്കിഷ്ടമുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമായിരിക്കും ഓരോരുത്തരും നൽകുന്നത്. നിരൂപകരും വിമർശകരും പുലർത്തേണ്ട സാമാന്യ മര്യാദകളുണ്ട്. പറയുന്നവയെക്കുറിച്ച് നേരിട്ടറിവും അനുഭവവും ഉണ്ടാകണം. കേട്ടറിവുകളിൽ അർത്ഥവ്യത്യാസങ്ങളും മാലിന്യങ്ങളും കണ്ടേക്കാം. സംഭവങ്ങളെ മാത്രമല്ല, അവയ്ക്കുള്ള കാരണങ്ങളെ കൂടി അടുത്തറിയണം. പ്രശ്നങ്ങളെ തെളിഞ്ഞ മനസ്സോടെ സമീപിക്കാനും തുറന്ന മനസ്സോടെ പ്രതികരിക്കാനും തയ്യാറായാൽ എല്ലാ സംഭവങ്ങളും അവയർഹിക്കുന്ന തലത്തിൽ പരിഗണിക്കപ്പെടും. ശുഭദിനം.